വിശ്വാസത്തിലേക്കുള്ള യാത്ര. ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്നും അതെവിടെ അവസാനിക്കുമെന്നുള്ളത് അറിയുവാനുമായുള്ള പുറപ്പാടിലാണ് ഞാൻ. ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും പല ആവർത്തനം വായിച്ചു നോക്കിയിട്ട് ഒരു പിടിയും കിട്ടിയില്ല. യോശുവയുടെ അഭിപ്രായം അനുസരിച്ച് ന്യായാധിപന്മാരെ കാണുവാൻ ആയിരുന്നു സഹോദരി രൂത്തിനെ കണ്ടത്. അവൾ ഈ കാര്യം ശമൂവേലപ്പച്ചന്റെ അടുത്ത് 1-2 വട്ടം ചോദിച്ചപ്പോൾ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ എസ്രാ പുരോഹിതനായ പ്രമാണ വിദഗ്ധന്മാർക്ക് ഇതെല്ലാം നന്നായി അറിയാമെന്ന് മതിൽപ്പണികൾക്കിടയിൽ നെഹമ്യാവ് എസ്തറിനോട് പറഞ്ഞു അത്രേ. എന്തായാലും വചനപാഠ്യത്തിലുള്ള ധാരാളം സഹോദരന്മാരെ ദൈവം തന്നിട്ടുണ്ടല്ലോ, അവരോട് ചോദിക്കാമെന്ന് തോന്നിയപ്പോഴാണ് സഹോദരി യോബിന്റെ അടുക്കൽ ചെന്നത്. സകലവും നഷ്ടമായിട്ടും ശരീരം മുഴുവൻ പരിക്കളാൽ നിറഞ്ഞിട്ടും സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുവെന്ന് കേട്ടപ്പോൾ അവന്റെ ദൈവഭക്തിയെ പ്രശംസിക്കാതിരിക്കാനായില്ല. എന്തെല്ലാം ദുഃഖങ്ങളാണ് ദൈവഭക്തന് ഈ ലോകത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തായാലും അടുത്ത ദിവസം യോഗത്തിൽ എല്ലാവരെയും കണ്ട് ആശ്വസിക്കാമെന്ന് കരുതി. ജ്ഞാനവും പ്രബോധനവും പറഞ്ഞുകൊടുക്കാൻ സദൃശവചനം പറഞ്ഞുകൊടുത്ത സഭാപ്രസംഗിയാണ് ഉത്തമഗീതം സഭയിൽ പാടിയത്. കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ യിരെമ്യാവിന് തന്റെ വിലാപങ്ങൾ അടക്കുവാനായില്ല. അസ്ഥികുമ്പാരം കണ്ട് ഭയന്ന യെഹെസ്കേലിന്റെ മുമ്പിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചതും സിംഹക്കുഴിയിൽ എറിഞ്ഞ ധാനിയേൽ ജീവനോടെ കാത്തതുമായ സാക്ഷ്യം കേട്ടപ്പോൾ സഹോദരൻ ഹോശയ്ക്കും ദൈവത്തെ പുകഴ്ത്താതിരിക്കാനായില്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവാത്മാവ് യോവേലിനോട് പറഞ്ഞപ്പോൾ ആമോസ് ഓബദ്യാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരുന്ന യോന അനുസരണക്കേടിനാൽ താൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും ദീർഘക്ഷമയുള്ള ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് രക്ഷിച്ചതുമായ സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് മീഖയ്ക്ക് ഉറപ്പുവന്നു. നിന്റെ കോട്ട കാത്തുകൊള്ളുക, സംഹാരത്തിൽ നിനക്ക് എതിരെ വരുന്നുവെന്ന് നഹൂം പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല, അത് സംഭവിക്കുക തന്നെയെന്ന് ഹബക്കൂക്ക് അഭിപ്രായപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ പ്രബോധനം കൈക്കൊള്ളണമെന്ന് സഖന്യാവ് ഉണർത്തിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീട്ടിൽ എങ്ങനെ കഴിയുമെന്ന് ഹഗ്ഗായിലൂടെ ദൈവാത്മാവ് ചോദിച്ചപ്പോൾ സഭയിൽ മൗനവും തന്നെത്താനെ ശോധനയും ഉണ്ടായി. സാത്താൻ ദൈവമക്കളെ കുറ്റം ചുമത്താൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നുവെന്ന് ദർശനം സഖരിയാവ് പറഞ്ഞപ്പോൾ ദൈവമക്കൾ ഇനിയും ദൈവത്തിന് ദശാംശവും വഴിപാടും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിഴവും കാട്ടരുതെന്ന് മലാഖ് പ്രബോധിപ്പിക്കുകയും എല്ലാവരും സ്തോത്രകാഴ്ച പിരിയുകയും ചെയ്തു. എന്നാൽ എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല. നാളുകൾ കഴിഞ്ഞു, പ്രതികൂലങ്ങൾ ഏറുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ വാഞ്ചയേറുകയാണ്. ദൈവം തന്റെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും പട്ടണത്തിൽ ചെന്ന വിവരവും വിദ്യാഭ്യാസമുള്ള വേദപണ്ഡിതന്മാരെ കണ്ട് എന്റെ സംശയങ്ങൾക്ക് അറിഞ്ഞു വരുത്താമെന്ന് കരുതി പോകുമ്പോഴായിരുന്നു മത്തായിച്ചനെ കണ്ടത്. മർക്കോസിന്റെ മാളികയിൽ ഡോക്ടർ ലൂക്കോസ് ഇരിപ്പുണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് അവിടെ വന്നു ചെന്നപ്പോൾ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കർത്താവിന്റെ നാമം മഹത്വത്തിനായി ചെയ്ത ഓരോ പ്രവൃത്തികളും അവർ സഹിച്ച കഷ്ടപ്പാടുകളും എല്ലാം കേട്ടപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എനിക്കൊരു താല്പര്യം തോന്നി. അവരിൽ അതിശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ് എന്ന താൻ ശൗലായി ദൈവമക്കളെ പീഡിപ്പിച്ചിരുന്നതും പിന്നീട് സുവിശേഷത്തിന്റെ ദീപശിക ലോകമെങ്ങും എത്തിച്ചതുമായ തനിക്ക് സുവിശേഷത്തെപ്പറ്റി എനിക്ക് ലജ്ജയില്ല എന്ന് റോമക്കാരോട് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തെ പോലെ ആകുമെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ എത്ര കത്തുകൾ ഈ ലോകത്തിനും വരുവാനുള്ളതിനും ഏറ്റവും വലിയതും ദൈവസ്നേഹമാണെന്ന് അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിൽ എഴുതി. ശാപത്തിൽ കീഴിലായിരുന്ന മനുഷ്യ സമൂഹത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വയം ശാപമായി തീർന്ന യേശുവിനെ ഗലാത്യർക്കുള്ള കത്തിലൂടെ ഉയർത്തിക്കാട്ടി. ദൈവസഭ എന്താണെന്നും സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എഫേസ്യർക്ക് എഴുതിയ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണെന്നും അദ്ദേഹം ഫിലിപ്പിലുള്ളവരോട് പറഞ്ഞു അത്രേ. എത്ര ധീരനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിൽ ഉജ്ജിരിക്കണമെന്നും സ്തോത്രത്തിൽ ജാഗരിക്കണമെന്നുള്ള കൊലോസ്യർ പ്രബോധിപ്പിച്ചു. കർത്താവിന്റെ വരവിൽ 2 ഘട്ടങ്ങളുണ്ടെന്നും രഹസ്യവരവ് തന്റെ വിശുദ്ധന്മാർക്കാണെന്നും പരസ്യവരവ് ന്യായവിധിക്കായിട്ടുള്ളതാണെന്നും തെസ്സലോനിക്കരുടെ കത്തിൽ വിശദമാക്കി. വചനം പ്രസംഗിക്കാൻ സമയത്തിനും അസമയത്തിനും ഒരുങ്ങി നിൽക്കണമെന്നും ദിവ്യപുത്രനായ തിമോത്തിയോസിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭിന്നത വരുത്തുന്ന മനുഷ്യരോട് 1-2 വട്ടം ഉപദേശിച്ച് ഒഴിവാക്കണമെന്ന് തീത്തോസിലൂടെ അറിയിച്ചു. താൻ തടവിലായപ്പോൾ ജനിപ്പിച്ച ഒനേസിമോസിനോട് ഫിലോമോൻ എഴുതിയ കത്തിലൂടെ ഒരു ഇടയനോടുള്ള തന്റെ ആടുകളുടെ സ്നേഹം വ്യക്തമാക്കുന്നു. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നിരത്തിയിരിക്കുന്ന എബ്രായ ലേഖനം എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു.
നാവിനെ കടിഞ്ഞാണ്ടിടേണ്ട ആവശ്യകതയെക്കുറിച്ച് യാക്കോബ് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം ശോധന നടത്തി. എടുത്തുചാട്ടക്കാരനായ പത്രോസ് ഒരു ഉറച്ച അപ്പോസ്തലനായ സത്യം അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാരണമായ ദൈവത്തിന്റെ മഹാത്മ്യം യോഹന്നാനിലൂടെ 2-3 വട്ടം വായിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഇത് അന്ത്യകാലമാണെന്നും ദൈവശക്തി വളരെയധികം പ്രാപിക്കണമെന്നും യൂത ഓർമ്മിപ്പിച്ചപ്പോൾ ഞാനും തയ്യാറായി. പത്മോസ് എന്ന ദ്വീപിലായിരുന്നാലും നിറഞ്ഞ സഹിഷ്ണുതയോടെ കൂട്ടാളിയായ യോഹന്നാന് കൊടുത്ത വെളിപ്പാട്ടിനെ കുറിച്ച് അറിയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞാൻ ആ പുസ്തകത്തിലേക്ക് കടന്നു ചെന്നു. അതെന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ചുള്ള അതിമനോഹരമായ കാഴ്ച എനിക്ക് അധികം സന്തോഷവും ആകാംക്ഷയെ പകർന്നു തന്നു. രാവും പകലും ആരാധനയുടെ മറവിൽ പരിശുദ്ധ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ എനിക്കും തന്ന അത്യുന്നതന്റെ ദയ അവർദ്ധനീയമാണ്. മക്കൾക്ക് വേണ്ടി മുത്തുകളാൽ തീർത്ത നവ യെരൂശലേമിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ആനന്ദത്താൽ നിറഞ്ഞു. പ്രിയനോടുള്ള നിത്യമായി വാഴുവാൻ കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കി. മനുഷ്യ ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന സാത്താന് ഗന്ധക തീയുടെ അഗ്നിനാളങ്ങൾക്ക് ഒഴുകിക്കഴിഞ്ഞു. കണ്ണുനീരെല്ലാം തുടയ്ക്കുവാൻ സഭയുടെ നാഥനിത വരുന്നുവെന്ന് ഞാൻ കേട്ടപ്പോൾ എല്ലാ കഷ്ടവും ദുഃഖവും നിസ്സാരമായി തോന്നി. എല്ലാ എന്റെ ചോദ്യങ്ങൾക്കും മറുപടിയായി. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ ഇതാ കർത്താവായ യേശു വരുന്നു. അതിനായി പ്രത്യാശയോടെ വരുന്ന ആമി കർത്താവായ യേശുവെ വേഗം.